അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങിക്കോ. ഇന്ന് നിന്റെ ടേണ കേട്ടോ, ഇന്ന് നിന്റെ കഥ കേട്ടോ. കഴിഞ്ഞ ആഴ്ച എന്റെ കഥയായിരുന്നു, ഇന്ന് നിന്റെ കഥയുമായിട്ട് നീ മുന്നോട്ട് വന്നിരിക്കുക. പറയൂ. എന്റെ കഥ അല്ലേ? ഏത് കഥ പറയുന്നത്? കഥയൊക്കെ തീർന്നോ? കഥയൊക്കെ ഏകദേശം തലേലെന്താ അതിറക്കി വെച്ചൂടെ? ഓ എന്റെ കൈ വീടിയിൽ എന്റെ കുറ്റം പറഞ്ഞ ആളാണ്. എന്റെ കുറ്റം പറഞ്ഞോടല്ലേ? അത് ഓർത്തില്ല തലയിലിരിക്കുന്ന കാര്യം. അതെ, ഞാൻ മൈക്ക് കയ്യിലായിരിക്കും. ഓൾറെഡി കയ്യിലാണല്ലോ, ചിലപ്പോ മൈക്ക് ഓഫ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതൊക്കെ ഓണാണോ? അത് ഓണാണോ? പച്ചലൈറ്റ് ചുമലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അടുപ്പിച്ചു. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇന്ന് നമുക്ക് മറ്റേ സഫറിങ്ങിന്റെ കഥ പറയാം. സഫറിങ്. നീ ഫസ്റ്റ് ഇവിടെ വന്നപ്പോ അതല്ല, എയർപോർട്ടിലെ കഥയല്ല, ഫസ്റ്റ് കഥയല്ല, ഇത് വേറെ. നിർത്താറായില്ലെന്നല്ല, സഫർ ചെയ്ത കാര്യങ്ങള് നമ്മൾ പറയാനുള്ളൂ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ. അതെന്താ വെച്ചാ കൊറേ പേര് ഈ സഫറിങ്ങിന്റെ ഇതൊക്കെ ഇതാവണവരാണ്, ഇത് അനുഭവിച്ചവരായിരിക്കും അല്ലെ? അത് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും അറിയാലോ. അതെ, ആദ്യത്തെ ഒരു അനുഭവം നമ്മൾ പറഞ്ഞു, പിന്നെ വേറെ ഒരു അനുഭവം. അതെ, നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അത് പറയാം. നല്ല ഐഡിയ. അത് ഞാൻ പണ്ടുണ്ടല്ലോ, എനിക്ക് ഏറ്റവും വലിയ അനുഭവം പറയാം. കുറെ ഉണ്ട്, ഇഷ്ടം പോലെ. ഇവിടുത്തെ അനുഭവങ്ങളാണല്ലോ. അതല്ല ഈ അനുഭവം അല്ല, ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് പാളിച്ചല്ലോ. ട്രാൻസ്പോർട്ടിന്റെ നമ്മരടക്കിയ പെട്ടെന്ന് സഡൻലി ഇതൊക്കെ നിർത്തും, ഈ ട്രെയിനും ബസ്സൊക്കെ. ഞാൻ ഒരു വട്ടം ഇവിടെ എന്താ വെച്ചാൽ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ അല്ലേ? ഇപ്പൊ നോക്കി നിൽക്കുമ്പോ മഴ പെയ്യും, വെയിലാണ്. പക്ഷെ ചിലപ്പോ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും മഴയും വരും. പെട്ടെന്നാണ് എല്ലാം ചേഞ്ച് ആവുന്നത്. അപ്പൊ അതേപോലെ ഞാൻ ഒരു ദിവസം വന്ന ടൈമില് വന്നിറങ്ങിയുള്ളൂ. 2-3 ദിവസം ആയിട്ടുള്ളൂ വന്നിറങ്ങിയിട്ട്. വന്നിറങ്ങി ആ ടൈമില് ഞാൻ കോളേജിൽ പോയി. കോളേജിന് തുടങ്ങുന്ന 2 ദിവസം മുമ്പ് ഞാൻ അവിടെ എത്തിയത്. ഒരു ദിവസം മുമ്പ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കോളേജിൽ പോയപ്പോ പെരുമഴ. കോളേജിൽ നീ പോകുന്ന ടൈമിൽ പെരുമഴ. അല്ല, ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അത് വന്ന സമയത്ത് വഴിയില്ല, ബസ്സും ട്രെയിനും ആരും അറിയില്ല. അപ്പൊ മഴ പെയ്തിട്ട് പോകുമ്പോ വെയിലാണ്ടായിരുന്നു. പോകുമ്പോന്നല്ലേ, അതൊക്കെ വരും. എന്റെ പോകുമ്പോൾ മഴയായിരുന്നു. പക്ഷെ മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞ ആ സമയത്ത് ഇല്ല, കോടയില്ലല്ലോ. പക്ഷെ ഞാൻ മറ്റേ ജാക്കറ്റ് ഇട്ടായിരുന്നു. തണുപ്പായിരുന്നു. തണുപ്പ് സമയല്ലേ, റെയിൻകോട്ട്. മറ്റേ ഇവിടെ നിന്ന് വന്ന് മേടിച്ചേ. എവിടെ നിന്നായിരുന്നു? ഡെക്കാത്തലോൺ. ഇവിടെ വന്നിട്ടല്ല, അതന്നെ. ഞാൻ ആ ഷോപ്പിന്റെ പേര് മറന്നു. അപ്പൊ അത് ഞാൻ ഇനി ഇട്ടിട്ടാ പോയത്. അയച്ചു കൊടുക്കണ്ടത് പ്രൊമോഷൻ. പൈസ കിട്ടും. കിട്ടും. എന്നിട്ട് അങ്ങനെ അതിട്ട് പോയി. തണുപ്പായതുകൊണ്ട് അതിട്ട് പോയതാ. പോയി തിരിച്ചു വരാൻ നേരത്തുണ്ടോ പെരുമഴ. അങ്ങോട്ട് പോയപ്പോ ഇല്ല, തിരിച്ചു വരാൻ നേരത്ത്. അപ്പൊ നീ അങ്ങോട്ട് പോയി സാധനം ഇട്ടോണ്ട് പോയി, മഴയില്ലേലും. ഏപ്രിൽ മറ്റേ ചൊരിയുന്ന തണുപ്പല്ലേ, അങ്ങനെ എങ്ങനല്ലേ? അതില്ല, വിറക്കിയതില്ല. തണുപ്പില്ല. ഇല്ല. അപ്പൊ അതിട്ടിട്ടാ പക്ഷെ അതിടണം. അതിടാണ്ട് പറ്റില്ല. നല്ല രാവിലെ ക്ലാസ്. ഉച്ച പെരുമഴയത്ത് ഒന്നും ചെയ്യാനില്ല. ഞാൻ കേറി, അവിടുന്ന് ട്രെയിൻ കേറി. പെരുമഴയത്ത് ഒരു കട്ടൻ ചായയും മറ്റേ കാജാപീടിയല്ല, പരിപ്പോട. ജോൺസൺ മാഷിന്റെ പാട്ടും കൂടെ ആയിരുന്നു ഈ നട റോഡിലിരുന്ന്. സൂപ്പർ. മറ്റേ കുപ്പിയും മാറിപ്പോകും നമ്മള്. എന്നിട്ട് അപ്പൊ നമ്മള് ഞാൻ ഇറങ്ങി കോളേജിൽ നിന്ന് പെരുമഴയത്ത് ഇറങ്ങി. നടന്ന് ഓടി ട്രെയിൻ കയറി. ട്രെയിൻ കയറിയല്ലോ. സേഫ്. യെസ്, ട്രെയിനിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് ഫോണില് മറ്റേ സംഭവം മറ്റേ അലേർട്ട് അലാം അടിച്ചു. എന്തോയിലും അത് സാധനം അടിച്ചു. അത് ഇവിടെ എമർജൻസി അലേർട്ട് ഉള്ളതാ. അത് എന്റെ ഫോണിൽ ഇങ്ങനെ അടിച്ചു. അപ്പൊ എനിക്കറിയില്ല എന്തോ, വന്ന് 2 ദിവസം ആയിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ടെന്ന് അറിയില്ല. നാട്ടിലതൊന്നും ഇല്ലല്ലോ. അതടിച്ച്. അത് മറ്റേ വെള്ളപ്പൊക്കത്തിനുള്ള വാണിങ്ങ. ഇവിടെ മഴ പെയ്യുമ്പോഴേക്കും ഓഫായോ? ഇവിടെ റെഡ് കത്തി ഓഫായി നോക്കണം. ഒന്നുകൂടി ഞെക്ക് ഓണാക്കാം. അപ്പോ എന്താ പറഞ്ഞന്ന്? ഓക്കെ, അങ്ങനെ പിടിച്ചാൽ സാധാ ഓക്കെ. അത് കത്തുന്നുണ്ടല്ലോ അല്ലെ? ഇത് കത്തുണ്ട്. ഇടയ്ക്ക് മൈക്ക് ഓഫ് ആയി പോയതാണ്, ക്ഷമിക്കണേ. അതെ. അപ്പോ ട്രെയിനിൽ കയറി അലേർട്ട് അടിച്ചു. അലേർട്ട് എന്ന് വെച്ചാൽ പൊതുര അലേർട്ട്. എല്ലാവരും, അതായത് ട്രെയിനിലുള്ള എല്ലാവരുടെ ഫോണും അലേർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര സൗണ്ട്. ഞാൻ ഓഫ് ചെയ്തു കഴിഞ്ഞപ്പോ ഒരു അനൗൺസ്മെന്റ് ട്രെയിനിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നിട്ട്
സോറി ഗൈസ്, നിങ്ങളുടെ ട്രെയിൻ ക്യാൻസൽ ആയിരിക്കുന്നതാന്ന് പറഞ്ഞു. പോയാ അത് പോയി പിന്നെ ഓക്കെ. എന്നിട്ട് ട്രെയിൻ ക്യാൻസൽ ആയി, കഥയിൽ മാറിപ്പോയി. ട്രെയിൻ ക്യാൻസൽ ആയി പറഞ്ഞു ഞാൻ ഇതിലേക്ക് കയറി വന്നോളാം മൈക്കിൽ. ഓക്കെ. അപ്പൊ ട്രെയിൻ ക്യാൻസൽ ആയിട്ട് ഇറങ്ങാൻ പറഞ്ഞു ആ സ്റ്റേഷനിൽ. അത് ഏത് ന്യൂ മാർക്കറ്റ് ആണ്. പക്ഷെ ഇപ്പൊ അറിയാം, അന്ന് എനിക്ക് അറിയില്ല. ഒന്നും അറിയില്ല. 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് 2-3 സ്റ്റോപ്പ് ആയിട്ട് കോളേജിൽ നിന്നുള്ള 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിക്കോടാൻ പറഞ്ഞു. ഇറങ്ങിക്കോടാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അങ്ങോട്ട് പോണം, ഒന്നും അറിയില്ല. ആകെപ്പെട്ടു. ആരുമില്ല, കമ്പനിക്ക് ആരുമില്ല. ഫസ്റ്റ് ടൈം അങ്ങനെ കമ്പനിക്ക് ആരും ഇല്ലാണ്ട് ഇറങ്ങിപ്പോയി. പുറത്തെത്തിയപ്പോ ഓരോരുത്തർ ഓരോ വഴി പോകുന്നുണ്ട്. അങ്ങനെ പോയിപ്പോ ഞാൻ ചേച്ചിനെ വിളിച്ചു, ഇങ്ങനെ പ്രിയ പത്നിനെ വിളിച്ചു. പത്നിനെ വിളിച്ചിട്ട് എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചിക്ക് വല്ല ഐഡിയ ഇല്ല. ചേച്ചി തന്നെ ട്രെയിൻ യൂസ് ചെയ്യാറില്ല, കുറവല്ലേ. അപ്പൊ ചേച്ചിക്ക് വല്ല ഐഡിയ ഇല്ലാത്തോണ്ട് ചേച്ചി എന്റെ ഊബർ നോക്കാന്ന് പറഞ്ഞു. ഊബർ നോക്കിയപ്പോ $150. $150. ഇപ്പൊ 30 ഉണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. അത് 150 കാരണം ഇവിടെ മഴ പെയ്ത സർജ. അതെന്താ വെച്ചാൽ മഴ പെയ്ത പെട്ടെന്ന് തന്നെ ഇവിടെ ഫ്ലഡ്, അവിടെ വെള്ളം നിറയും. അപ്പോ അതായിരുന്നു ഊബറിന് $150. അതെ. എന്നിട്ട് ഞാൻ പറഞ്ഞു $150 എന്ന് പറഞ്ഞാൽ പൈസ. അതെ. അപ്പൊ അത്ര കൊടുത്തു വരാനുള്ള എനിക്ക് KSRTC ഇല്ലാത്തോണ്ട് ഞാൻ അവിടെ ആൾക്കാരോട് ചോദിച്ചു, ബസ് കയറിയ വലിയ ആൾക്കാരോട് ചോദിച്ചു. അവര് എനിക്ക് ബസ് സ്റ്റോപ്പ് പറഞ്ഞു തന്നു. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ ബസ് നമ്പർ ഉണ്ട്, ഓരോ സ്ഥലത്തേക്കുള്ള ബസ്. അതിന് നമ്പറാ, അല്ലാണ്ട് എന്റെ പേരൊന്നുമില്ല. അപ്പോ ബസ് നമ്പർ വെച്ച് നോക്കിക്ക. ബസ്സിലാണ് ഈ പൊതിര തിരക്ക്. നിക്കാൻ മറ്റേ നാട്ടിലെ പോലെ ഇങ്ങനെ കേറി. അതെ അങ്ങനെ. അതെ. അത് പക്ഷെ കേറാൻ പറ്റിയില്ല. ഇല്ല, കേറാൻ പറ്റിയില്ല. എല്ലാരും കേറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മണിക്കൂർ ഞാൻ നിന്നുണ്ട്. 11 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ബസ് ഒരു ഒറ്റ പോയുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആ ബസ് പോയത്. നിന്നിട്ട് 2 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ബസ് വന്നപ്പോ അതിൽ കേറാൻ പറ്റിയില്ല. പിന്നെ ബസ്സില്ല, പിന്നെ ബസ് വരുന്നില്ല. പിന്നത്തെ ബസ് വന്നത് ഈവനിങ്ങിലാ, 4 മണിക്ക് എന്തോ. 4-5 മണിക്കൂർ, 4 പോസ്റ്റ് എന്ന് വെച്ചാൽ അന്ന് നെറ്റും ഇല്ല അധികം. മറ്റേ റീചാർജ് ചെയ്യുമ്പോ 1 GB എന്തല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റേ അൺലിമിറ്റഡ് ചെയ്യാൻ നല്ല പൈസ. അതെ. 4 മണിക്കൂർ ഉണ്ടാവുള്ളൂ, 5 ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ നിന്ന് നല്ല മഴ തന്നെ എപ്പോഴും. അത് കഴിഞ്ഞ് ബസ് വന്നു. ലാസ്റ്റ് ഞാൻ കേറി അതിന്റെ അവിടെ നിന്നു. ഡോർ അടയ്ക്കാനുള്ള ഗ്യാപ്പ് അവർക്ക്. അവര് ഡോർ അടയ്ക്കണല്ലോ എന്തായാലും. ആ ഒരു ഡോർ അടച്ചതാവും. അപ്പോ ആ ഡോറിന്റെ അവിടെ നിന്നു. ഡോർ അടഞ്ഞു എത്തി. അത് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങടല്ല ബസ്, വീടിന്റെ അവിടേക്ക് ഇല്ല ബസ് ഒന്നും. ഞാൻ നേരെ ഒട്ടാവ് പോയി. കിട്ടിയ ബസ്സിനും കയറി. നമുക്ക് രാത്രിയായി വീട്ടിലെത്തുകയും. അതെ. വൈകിട്ടായി, ഒന്നും ഐഡിയ ഇല്ല. നേരം എന്നിട്ടേക്ക് വിശന്നിട്ടും വയ്യ. മഴയാണല്ലോ. അതെ, മഴയാണ്, ഒന്നും അറിയൂല. ലാസ്റ്റ് ഒട്ടാവ് ബസ് കയറി. അപ്പൊ എന്റെ അടുത്ത് മറ്റേ എന്റെ ഫ്രണ്ട്, ഞാൻ ആദ്യം താമസിച്ച ചേട്ടൻ, പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, നീ അടുത്ത് വരെ വാ, നീ ഇങ്ങനെ കറക്റ്റ് ബസ് നോക്കണ്ട, അടുത്ത് വരെ വന്നാൽ മതി, എന്നിട്ട് ആള് വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇത്ര ദൂരം ആൾക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുത്ത് വന്നിട്ട് എന്നെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടാവ് കയറി. ഒട്ടാവ് എത്തിയപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട്, വേറൊരു ഫ്രണ്ട്, അവൻ പപ്പറ്റോ ഉള്ള ബസ് പോയതാ. ബസ് പോയാ. പക്ഷെ ഈ ബസ് ഒന്നും അന്നില്ല. എന്നിട്ട് ഞാൻ ഒട്ടാഹുന്ന് പപ്പറ്റോയ്ക്കുള്ള ബസ് കയറി. എന്റെ ഫ്രണ്ട് പപ്പറ്റോ ഉള്ള ഒരുത്തനെ കണ്ടു. അപ്പൊ അവിടെ വെച്ചാൽ കോളേജിൽ ഉള്ളതാ. അവന് ഇതേമാതിരി പെട്ട് ലാസ്റ്റ് ഒട്ടാഹുക ബസ് ഉള്ളൂ. അവിടെ എത്തി. അവനും അവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും അവിടെ പരതി നടന്ന് ഇവിടേക്ക് അപ്പുറത്തേക്കുള്ള ഒരു ബസ് കിട്ടി. അവിടെ പോയി. ആ ബസ്സിലാണെങ്കിൽ ഫുള്ള് മറ്റേ വെള്ളപ്പൊക്കത്തിലൂടെയൊക്കെ പോണ ബസ്. അവിടെ എത്തി. പേരും മഴയത്ത് ഇറങ്ങി. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റോപ്പ് എത്തിയപ്പോ അവിടെ ഇറങ്ങി ലാസ്റ്റ് എന്ത് ചെയ്തു, നടന്നു. ഏകദേശം എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും? നടക്കാന്ന് വെച്ചൊരു 3-4 കിലോമീറ്റർ നടന്നിട്ടുണ്ടോ. വേറെ നമുക്ക് അതിൽ ഓപ്ഷൻ ഇല്ല. എങ്ങനെയാലും വീട്ടിലെത്താന്നുള്ള വഴി ഉണ്ടായിരുന്നു. അതാണ് ഇവിടത്തെ ഒരു സംഭവം. അതാണ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇമാരുടെ സംഭവങ്ങൾ. ഈ ക്ലൈമറ്റ് ചേഞ്ചും ഇതൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് ഇമാര് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. അല്ലാത്തപ്പോ ഇമാര് പബ്ലിക് ഹോളിഡേസിലൊക്കെ ഇമാര് നേരത്തെ പറയും ട്രെയിൻ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയും.
ഇനി ഉണ്ടാവത്തില്ല, ട്രെയിൻ ഉണ്ടാവില്ല, ട്രെയിനിൽ സ്റ്റോപ്പ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അമ്മ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു പരിചയമുള്ളവരാണെങ്കിൽ പിന്നെ അത്ര ഇഷ്യൂസ് വരത്തില്ല. നമുക്ക് മാറി മാറി പിന്നെ ഈ ഇതേപോലെ മഴ ഇടിയൊക്കെ വരുമ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ പരിചയം ഉണ്ടെങ്കിലും ആ സമയത്ത് ഇപ്പൊ എന്തെനിക്ക് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത്. വേറെ ബസ് കയറി പോരാന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, എനിക്കിപ്പോ അതിൽ ചെയ്യാൻ പറ്റുക വേറെ എവിടെയെങ്കിലും ബസ് കയറിയുന്നു. ഇനിയിപ്പോ എനിക്ക് എന്താ ഒട്ടാവോ നോക്കുന്ന സമയത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് പിന്നെ കണക്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കി അതെ, ഇത്ര ലേറ്റ് ഇല്ലെങ്കിൽ എനിക്ക് അറിയാം അപ്പുറത്ത് പോയി കയറി തിരിച്ചു വന്നാൽ മതി. ഇത് പക്ഷെ അവിടെ എത്തി 4 കിലോമീറ്ററോളം അതിന്റെ അടുത്ത് നടന്നുണ്ട് മഴയത്ത്. അപ്പൊ ഇത് ആദ്യം വരുന്നവർക്കല്ല, എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതെ, ആദ്യം പറഞ്ഞോണ്ടാണ് നമുക്ക് ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് അവിടെ എത്തി പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ആരെയും വിളിക്കേണ്ട, മാപ്പ് ഇട്ട് നോക്കി ഇപ്പൊ അത്രയ്ക്ക് 4 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ, ഇതിപ്പോ നടക്കാൻ നമുക്ക് പറ്റുമല്ലോ. പിന്നെ ഞാനത് നടന്നു മഴയത്ത് ആ ജാക്കറ്റ് ഇട്ട് നന്നായില്ലേ, ആ ഡെക്കാത്തലോണിലെ ജാക്കറ്റ് റെയിന് പ്രൂഫ് ഉള്ളതാ. പ്രൊമോഷൻ 2 പ്രാവശ്യമായിട്ട് അയച്ചു കൊടുക്കാം. അതിട്ട് ബാഗൊക്കെ കവറിട്ട് നടന്ന് വന്ന് അവസാനം വീട്ടിൽ വന്ന് കേറി ഒരു കാലം ചോറങ്ങുന്നത് അല്ലേ, കപ്പ ബിരിയാണി. ഓ കറക്റ്റ് സമയത്ത് കപ്പ ബിരിയാണി ചേച്ചി ഉണ്ടാക്കി വെച്ച, ചേച്ചി ഡ്യൂട്ടിക്ക് ആ നേരത്തെ കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അത് കഴിച്ചു തീർത്തു. എന്നിട്ട് ചേച്ചി എന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ചേച്ചിക്ക് ഉണ്ടാക്കി വെച്ചോ, നീ കഴിച്ചൂല, ഇങ്ങനെ ഇല്ല നാട്ടില. ഞാൻ വന്ന് ഒരു മാസത്തിന്റെ അടുത്തായപ്പോഴേക്കാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയില്ല, ഞാൻ വിളിച്ചിട്ട് അത് മൊത്തം കഴിച്ചു തീർത്തൂലേ ചോദിച്ച ആളാ. ബൈക്ക് 2 ബൈക്കും ഓഫായി പോയി. ഞങ്ങൾ കൂടുതൽ നേരം നിൽക്കുന്നില്ല. അതെ, ഞങ്ങളെന്നാ ഇന്നത്തെ കഥ അവസാനിപ്പിച്ച് നീ അങ്ങ് ഓടിക്കോ. പറഞ്ഞോ 3, 2